തിരൂരിൽ ഒരു 2.5 വയസ്സുള്ള ചെക്കൻ ഉണ്ടായിരുന്നു. ആ 2.5 വയസ്സുള്ള ചെക്കന് ഗൾഫിലുള്ള ബാപ്പ ഫോൺ കൊടുത്ത് ഉമ്മ പറഞ്ഞതാ ഫോൺ കൊടുക്കാൻ. ഉമ്മയോട് പോലീസ് ചോദിച്ച അല്ല ഉമ്മ, എന്തിനാണ് നിങ്ങൾ 2.5 വയസ്സുള്ള മോന് ഫോൺ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ്, ഇതങ്ങ് കൊടുത്തായില്ലേ ചെക്കനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ചുമരുമ്മൽ വരച്ചിടൂല, കസേല മറിച്ചിടൂല, പണിയെടുക്കുമ്പോൾ എന്നെ വന്ന് ചൊറിയൂല, ഇതും കാണിച്ചിട്ട് എന്ത് കൊടുത്താലും ചെക്കൻ അങ്ങ് തിന്നു. നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ചോറ് കൊടുത്തു നോക്കി ഇങ്ങനെ ഉരുട്ടി വെക്കുക, എന്നിട്ട് ഇങ്ങനെ വായി തുറക്കാൻ പറഞ്ഞാൽ ബ്ല അബ്ലു അബ്ല്. എനിക്ക് അത് കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്നറിയോ, ഈ അരി പൊടിക്കുന്ന മിഷയിൽ അരിയിടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ, അങ്ങനെ ചെക്കൻ വേണമെങ്കിൽ നിങ്ങൾ ലേശം കല്ലെടുത്തിട്ട് അന്നേരം വായിലിട്ട് നോക്ക്, ഇങ്ങനെ പറയും. എന്നാൽ അത് കല്ലാന്നൊന്നും ഐറ്റേക്ക് തിരിവില്ല. അതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ടാണ് WHO എന്ന് പറയുന്ന സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ സ്വതന്ത്രമായി കൊടുക്കരുത്. 1.5 വയസ്സുള്ള കുട്ടി മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കാണരുത്, കണ്ണടിച്ചു പോകും. പൊട്ടന്മാരല്ല WHO സംഘടന, ശാസ്ത്രീയമായി അപഗ്രഥിച്ചതിന്റെ പേരിലാണ് പറഞ്ഞത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മുതലാളി സുക്കൻബർഗിന്റെ മകൻ 6 വയസ്സ് വരെ മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കണ്ടിട്ടില്ല. ഈ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ പിന്നെ എന്തിനാ ഞങ്ങൾ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഓൻ യൂട്യൂബേ നോക്കൂ, ഓൻ എന്ത് ചെയ്യണമെങ്കിലും ഗൂഗിൾ അമ്മയോട് ചോദിക്കും. അങ്ങനെ ഗൂഗിൾ അമ്മായി യൂട്യൂബ് ആവുമല്ലോ ഓൻ്റെ ഹീറോ. നിങ്ങളെ മക്കൾ അങ്ങനെ തന്നെ അല്ലേ? യൂട്യൂബെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ടാ, എൻ്റെ മകൻ സ്റ്റാറ്റസ് ഇടുന്നെന്നെല്ലാം പറയുമ്പോൾ ഒരു കുളിർമ വരുന്നുണ്ടാ? ഉറപ്പിച്ചോ നിങ്ങൾ? ആ അമ്മ ഇങ്ങനെ ഉമ്മ അഹങ്കരിച്ച് 6.5 വയസ്സായപ്പോൾ 6 വയസ്സായപ്പോൾ വയസ്സ് മറന്നുകൊണ്ട് 1-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഈ ചെക്കനില്ലേ സ്കൂളിൽ പോകുന്നില്ല, മൊബൈൽ ഫോണിൻ്റെ ചോട്ട് കുത്തിരിക്കുക. മൊബൈൽ ഫോൺ പിടിച്ചേറ്റിയാൽ ഓനിങ്ങനെ ഇങ്ങനെ മുറാദ് കാര്യം പോലെ ഇങ്ങനെ ഒരു എന്താ പറയുക സൂക്കറിൻ്റെ അമ്മ പേര് മറന്നുപോയി. ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയാൽ ചെക്കൻ നിലത്ത് കിടന്ന് ഉരുളുക, ഉമ്മേനെ പിടിച്ച് അടിക്കുക. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ കിടുകിടുകിടെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുക. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഉമ്മ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് എൻ്റെ മോന് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഒന്നും പറ്റിയില്ല, മോന് സ്ക്രീൻ അഡിക്ഷനാണ്. ഉമ്മ വീണ്ടും പൊന്തി.